ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കുക. അങ്ങനെ നമ്മുടെ സാംസ്കാരിക രംഗത്തിൽ ആസ്വാദന രീതികളിൽ മാറ്റിമറിക്കുന്ന കലാസൃഷ്ടികൾ നടത്താൻ നിങ്ങൾക്ക് കഴിയും. ആ ബോധ്യത്തോടെയുള്ള ഈ കലോത്സവത്തിലെ പങ്കാളിത്തമാണ് വിജയത്തേക്കാൾ വലിയ നേട്ടം. ആ തിരിച്ചറിവോടെ ഇതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. മനുഷ്യർ പൊതുവെ ഉത്സവം പ്രിയരാണ്. ജീവിതങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം ഒരു ഉത്സവമാക്കുന്നതിനുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. ഉദാഹരണത്തിന് ഉത്സവങ്ങൾ ബഹുമാനക്കാരിൽ നിന്നും യുവജനങ്ങളിൽ മാറുമ്പോൾ അതിന് കൂടുതൽ ഓജസ്സും ഊർജസ്വലതയും കയ്യിലും നമുക്ക് കാണാനാണ്. ദേശത്തിലെ മുഴുവൻ ബഹുമാന പ്രതീക്ഷകളും വർഷത്തിലൊരിക്കൽ ഒരിടത്തു കൂടി മികവ് പ്രകടിപ്പിക്കുന്ന രീതി ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു തലമുറയിലെ മുഴുവൻ സത്തവൈഭവവും ആശയങ്ങളും പ്രതീക്ഷകളും ആശയലോകവും ആദർശലോകവുമാണ് ഇവിടങ്ങളിൽ മാറ്റിവെക്കപ്പെടുന്നത് എന്ന് നിസ്സംശയം പറയും. ഇവിടങ്ങളിൽ ദർശിക്കാനാണ് മാസങ്ങൾ നിർവഹിക്കുന്ന ശിക്ഷണങ്ങളുടെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് ഈ പ്രകടനം. അന്യം നിന്നു പോകുന്ന ഒട്ടേറെ നാടൻ കലകളും അനുഷ്ഠാന കലകളും ഇതിൽ ഉൾപ്പെടെ അനേകം കലാകാരന്മാരാണ് ഇതുവഴി പരോക്ഷമായി മാനിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. അവരുള്ളതുകൊണ്ടാണ് കൂടി ആദരിക്കപ്പെടുകയാണ്. പഠനപ്രക്രിയക്ക് പുറത്തുള്ള സംഗതിയാണ് കലാസാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങളെന്ന കാഴ്ചപ്പാടിന് ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. കേവലം കഴിവുകളുടെയും വ്യക്തിത്വത്തിൻ്റെയും സർവതല സ്പർശിയായ വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അവിഭാജ്യമായ ഘടകമാണ് കലാസാഹിത്യ പ്രവർത്തനങ്ങളും അതിൻ്റെ മൂർത്തിഭാവമായ ഇത്തരം മേളകൾ. ഒരു മനുഷ്യന്റെ പൂർണ്ണമായ ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം എന്ന പ്രക്രിയ. രോഗാതുരമാകുന്ന മനുഷ്യനെ ചികിത്സിക്കാൻ ഏറ്റവും ഉത്തമമായ ഔഷധം കലയാണ്. കലയുടെ മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാവും. വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ജീവിതയോഗ്യമാക്കിയെടുക്കാനും അത് സഹായിക്കുകയും. എന്നാൽ അതേസമയം നല്ല കലാരൂപങ്ങളും അതിൻ്റെ സൃഷ്ടാക്കളും പല കാലത്തും ആക്രമണത്തിന് വിധേയമായിട്ടില്ല. ഇതിന് വേണ്ടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഭക്ഷ്യസുരക്ഷ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശ്രീകുട്ടി 63ാമത് സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത ആദരണീയ കേരളത്തിലെ മുഖ്യമന്ത്രി ഡോക്ടർ പിണറായി, വേദിയിലുള്ള മന്ത്രി